ആദ്യസ് ന്യൂട്രിക്കാവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു മെറ്റേണൽ ബാഗ് പാക്കിംഗ് ആണ്. മെറ്റേണൽ ബാഗ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിലെ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾക്ക് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. കാരണം നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും, സിസേറിയൻ ആണെങ്കിൽ 48 അവേഴ്സുമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു സമയത്തേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മെറ്റേണൽ ബാഗിലുള്ളത്. പക്ഷേ ഞാൻ പൊതുവെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ അഫോർഡബിൾ പ്രൈസിൽ ആമസോണിൽ നിന്നാണ് കുറേയധികം സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഖത്തറിൽ നിന്നും വാങ്ങിയിട്ടുള്ളൂ. സോ അതെന്തൊക്കെയാണെന്നൊന്ന് കാണാം. സോ ഇതാണ് എന്റെ മെറ്റേണൽ ബാഗ് എന്ന് പറയുന്നത്. ഇതില് എനിക്കുള്ള സാധനങ്ങളും കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള നെസ്റ്റും ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കുഞ്ഞിനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മെറ്റേണിറ്റി വിയർ എടുത്തിട്ടുണ്ട്. മെറ്റേണിറ്റി വിയർ എന്ന് പറയുമ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു 4-5 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മെറ്റേണൽ നൈറ്റ് ഡ്രസ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ നൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ താഴെ സിപ്പ് ഉണ്ട്, ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ താഴെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിന്റെ ഒരു 5 കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലെ തോർത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ മെറ്റേണിറ്റി ബ്രായും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മെറ്റേണിറ്റി ബ്രായും ഒരു പാൻറ്റീസും ആണ് എടുത്തിട്ടുള്ളത്. ഇന്നേഴ്സ് ആയിട്ട് അവർ പ്രത്യേകം നമ്മളോട് പാൻറ്റീസ് കൊണ്ടുപോകാനാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്. മെറ്റേണിറ്റി ബ്രായും പാൻറ്റീസും നമ്മൾ ഉറപ്പായിട്ടും കരുതിയിട്ടുണ്ടാവണം. ഇതാണ് ഞാൻ മെറ്റേണിറ്റി പാഡ് എന്നുള്ള നിലയിൽ വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റേ ഫ്രീ സെക്യൂറിന്റെ കോട്ടൺ ഈ സോഫ്റ്റ് XXL സൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കല്ലാതെ ഇപ്പൊ മെറ്റേണൽ പാഡൊക്കെ അവൈലബിൾ ആണ്. ബട്ട് ഇതാണ് കംഫർട്ട് എന്ന് തോന്നുന്നു. ഇത് യൂസ് ചെയ്തവരും എനിക്ക് തന്ന റിവ്യൂവിൽ നിന്നൊക്കെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. സോ XXL സൈസിലുള്ള സ്റ്റേ ഫ്രീയുടെ കോട്ടൺ ഈ സോഫ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള നെസ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം. ഇത് ഞാനൊരു കോംബോ ഓഫറിൽ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ക്യാരിയിങ് നെസ്റ്റ് ആണ്. ഇതിന്റെ ഒപ്പം തന്നെ കുഞ്ഞിനുള്ള ഒരു മൊസ്കിറ്റോ ബെഡും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ക്യാരിയിങ് നെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് ഇങ്ങനെ സിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാരിയിങ് നെസ്റ്റ് ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകണം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മൾ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കോംബ് എടുത്തിട്ടുണ്ട്, ബ്രഷ്, സാനിറ്റൈസർ, ടങ് ക്ലീനർ, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ബാക്കി നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി കുഞ്ഞിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ആദ്യം തന്നെ നമ്മൾ PGന്റെ ബേബി വൈപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഇത്രയും ഡ്രസ്സും സാധനങ്ങളും മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ ബിബ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 7 ഡേയ്സിന്റെ വാങ്ങിയിട്ട് അതേപോലെ തന്നെ വെച്ചേക്കാം. കാരണം ഏത് ദിവസമാണ് ഡെലിവറി എന്നുള്ളത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു വെച്ചേക്കാണ്. സോ ബിബ്സ് നമ്മൾ കരുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഡ്രസ്സ് എല്ലാം തന്നെ നമ്മൾ ഡെറ്റോളിലൊന്ന് മുക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ നമ്മൾ സ്വാഡിലായിട്ട് 2 ടവൽ ടർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ കെട്ടുടുപ്പുകൾ ഇവിടെ കുറവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡ്രസ്സും പിന്നെ കയ്യിലിടാനുള്ള സോക്സ്, ക്യാപ്പ്, അങ്ങനെയുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മസ്ലിൻ ക്ലോത്തിന് പകരം ഞാൻ ഇതുപോലെ കുഞ്ഞു ടവലുകളാണ് വാങ്ങിയിട്ടുള്ളത്. കുഞ്ഞു ടവലാണ് വാങ്ങിയിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ ഡെറ്റോളിൽ മുക്കി കഴുകി എടുത്തിട്ടുള്ളതാണ്. സോ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഇനി ഇത് കൂടാതെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ, കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ സെബാമെഡിന്റെ ബോഡി മിൽക്കും അതേപോലെ തന്നെ സെബാമെഡിന്റെ പൗഡറും ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം കുഞ്ഞിന് വേണ്ട ഓയിലോ ഷാമ്പുവോ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മ വന്നപ്പോൾ കുറേയധികം പച്ചമരുന്നും എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മളത് വേദിഡീലിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കാണിക്കുന്നുണ്ടാവും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഓയിലും കാര്യങ്ങളും, ഇഞ്ച, അതൊക്കെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രമാണ് ബോഡി കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ കുഞ്ഞിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആസ് എ വർക്കിംഗ് വുമൺ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ലവ് ലാപ്പിന്റെ ബ്രസ്റ്റ് പമ്പ് ആണ്. ഇത് എങ്ങനെയുണ്ട്, ഇതിന്റെ റിവ്യൂ ഒക്കെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ക്യാരിയിങ് നെസ്റ്റിന്റെ കൂടെ നമ്മൾ കോംബോ ഓഫറിൽ വാങ്ങിയിട്ടുള്ള കുഞ്ഞിന്റെ മൊസ്കിറ്റോ നെറ്റ് ആണിത്.
ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു തലേനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റായിട്ട് ഒരു അബദ്ധം പറ്റി വാങ്ങിയ സാധനമാണ്. നമ്മൾ റബ്ബർ ഷീറ്റ് എന്നുള്ള രീതിയിൽ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. നമുക്ക് ബെഡിൽ വിരിക്കാവുന്നതാണ്. കുഞ്ഞ് യൂറിനൊക്കെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് നനയാതിരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വളരെ സോഫ്റ്റ് ആണ്, വെൽവെറ്റ് പോലെ. അടിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കിങ് സൈസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വലിയ ഷീറ്റാണിത്. ഇത് കൂടാതെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലവ് ലാപ്പിന്റെ തന്നെ ഒരു മെറ്റേണൽ ബാഗാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. നമുക്ക് കുഞ്ഞിന്റെ ഫീഡിംഗ് ബോട്ടിലാണെങ്കിലും പാമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപാട് ഡ്രോയേഴ്സ് ഉണ്ട് ഇതില്. സോ ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് ഒരു ബാഗ് തന്നെയാണ്. ഈ രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ശരിക്കും വേദുകുളിയുടെ സമയത്ത് കാണിക്കണം എന്ന് വിചാരിച്ച രണ്ട് സാധനങ്ങളാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വയറ് കെട്ടാനായിട്ടുള്ള കോട്ടന്റെ ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടുള്ള വയറ് കെട്ടാനുള്ള ഒരു ബെൽറ്റ് ആണിത്. സോ ഇത് ഞാൻ ആഫ്റ്റർ ഡെലിവറി ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ ഈ രണ്ട് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ, വളരെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിന്റെ സൈസ് നമുക്ക് പെട്ടെന്ന് സൈസ് ചേഞ്ച് ആവും. സോ അധികം ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. 2-3 ക്യാപ്പുകളും അതേപോലെ കയ്യിലും കാലിലും ഒക്കെ ഇടാൻ പറ്റുന്ന സോക്സുകൾ, അങ്ങനെ വളരെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ ആ ബാഗിൽ പാക്ക് ചെയ്ത പോലെ കുറച്ച് ടവൽസ് ഉണ്ട്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഡെറ്റോളിൽ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. സോ നമ്മൾ മൊത്തത്തിൽ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. പാമ്പേഴ്സ് നമ്മൾ വാങ്ങിയിട്ടില്ല. അതൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. സോ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അപ്പൊ ഇത് വാങ്ങിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതൊന്നും കൂടാതെ വേദിടാനുള്ള കുറെ പച്ചമരുന്നുകള്, ലേഹ്യം, കഷായം, എണ്ണ, കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള എണ്ണ, അതേപോലെ തന്നെ അമ്മ വീട്ടിൽ തന്നെ ഉണക്കിയിട്ടുള്ള കുറേയധികം ഇലകള്, അതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്